അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് അവറുകൾ എനിക്ക് മുമ്പേ അനുഗ്രഹീതമായ സന്ദേശം ഇവിടെ പങ്കുവച്ച കർത്താവിൽ എൻ്റെ സഹോദരൻ പാസ്റ്റർ ജോസ് ജോർജ് വളരെ ശാന്തമായി മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൊടുത്ത ടോപ്പിക്ക് വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായി കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യം ശാരോൺ ഫെലോഷിപ്പ് ചർച്ച് കൗൺസിൽ എടുത്തൊരു തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. 50 വയസ്സിന് മുകളിൽ ഇതുവരെ ആരും പ്രസംഗിച്ചിട്ടില്ല. ഇനിയും പ്രസംഗിക്കുന്ന ചിലർ 50 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവിടെ അതിൽ പ്രായം കൂടിയവരുണ്ട്, ദൈവവചനം അറിയാവുന്നവരുണ്ട്. പക്ഷേ അടുത്തൊരു ജനറേഷനെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സഭാ നേതൃത്വം ഇപ്രകാരം ഒരു തീരുമാനമെടുത്തതിൽ ഞാൻ അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ആ ബോർഡിൽ ഇല്ല. അതിൻ്റെ കാരണം ഇന്നലെ വൈകിട്ട് ഇവിടെ ദൈവദാസൻ സംസാരിച്ച വിഷയത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ഇന്നലെ രാത്രി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജോ തോണിക്കുഴിയിൽ പ്രസംഗിച്ചത് സഫറിങ് എയിംഡ് ടു പ്രിപ്പയർ അസ് ഫോർ ഡിവൈൻ പർപ്പസ് എന്നുള്ള വിഷയമാണ്. കഷ്ടതയിലൂടെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ 1ാമത്തെ ഭാഗം ഒരു ജനതയെ എങ്ങനെ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ കർത്താവിൻ്റെ ദാസൻ സജോ തോണിക്കുഴിയിലൂടെ നമ്മൾ കേട്ടത്. ഇന്ന് രാത്രി എനിക്ക് കുറിവാക്യമില്ലാതെ എനിക്ക് തന്നിരിക്കുന്നത് 2 വ്യക്തികളെയാണ്. ക്യാരക്ടർ സ്റ്റഡിയാണ്. അതിനൊന്ന് ജോസഫും 2 മോസസുമാണ്. 2 പേരെയും കുറിച്ച് പ്രസംഗിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ദൈവം മോശയെ കഷ്ടതയിലൂടെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയെടുത്തത്? എന്നാലും ഒരു കുറിവാക്യം ഇല്ലെങ്കിൽ അതൊരു പ്രസംഗത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഒരു വ്യക്തിയെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് 5 കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒരു വ്യക്തിയെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായ 5 കാര്യങ്ങൾ ചെയ്യും. നമ്പർ 1, ഗോഡ്സ് ഇലക്ഷൻ ഫോർ ഡിവൈൻ പർപ്പസ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ ഒന്ന് തിരഞ്ഞെടുക്കും. നമ്പർ 2, ഗോഡ്സ് പ്രിപ്പറേഷൻ ഫോർ ഡിവൈൻ പർപ്പസ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ ഒരുക്കിയെടുക്കും. നമ്പർ 3, ഗോഡ്സ് എൻകൗണ്ടർ ഫോർ ഡിവൈൻ പർപ്പസ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ആ വ്യക്തിയുമായി ദൈവം അഭിമുഖമായി ഏറ്റുമുട്ടും. നമ്പർ 4, ഗോഡ്സ് കോളിംഗ് ഫോർ ഡിവൈൻ പർപ്പസ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ വിളിക്കും. നമ്പർ 5, ഗോഡ്സ് അപ്പോയിൻമെന്റ് ഫോർ ഗോഡ്സ് ഡിവൈൻ പർപ്പസ്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ആ വ്യക്തിയെ നിയോഗിക്കും. ഇന്ന് രാത്രി ഈ വിഷയമെല്ലാം ഇവിടെ സംസാരിക്കാനായിട്ട് സമയമില്ല എങ്കിലും ഒരു വിഷയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളുമായി അഭിമുഖമായി ചിലരായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ചിലരുമായി ഇന്ന് രാത്രി ചിലപ്പോൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ചിലരെ ദൈവം ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയും ചിലപ്പോൾ ചിലരെ വിളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരുന്നില്ല. ചിലരെ ദൈവം നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരെ കൂടെ ദൈവത്തിന് ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ നിയമിക്കാനായിട്ടുണ്ട്.
ഒന്നാമത്തത് ദൈവത്തിൻ്റെ ഇലക്ഷനാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു ജനതയെ തനിക്ക് വേണ്ടി ഒരുക്കുവാൻ പദ്ധതിയിട്ടപ്പോ അത് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത് യൗവന യുക്തരായ ഒരു ദമ്പതികളെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത് ഒരു 10-15 മക്കളുള്ള ഒരു അപ്പനെയും അമ്മയായിരിക്കും. കാരണം ഒരു ജനതയാണ് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടത്. ഒരു ജനത ഉണ്ടാകണമെങ്കിൽ ഒരു 10-15 മക്കളുണ്ടെങ്കിൽ ആ 15 പേരുടെ വിവാഹം കഴിഞ്ഞ് അവർക്കും 10-15 മക്കളുണ്ടായാൽ ഒരാൾക്ക്, ഒരു കുടുംബത്തിന് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഒരു ജനത ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണും. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തപ്പോ മക്കൾ ഇല്ലാത്ത, മക്കൾ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തെയാണ് ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം സാധ്യത നോക്കി തിരഞ്ഞെടുക്കുന്നവനല്ല, ദൈവം അസാധ്യതകളെ നോക്കി തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തരോടും കൈ ചൂണ്ടി, വിരൽ ചൂണ്ടി ഞാൻ പറയാം, നമ്മുടെ സാധ്യത അന്വേഷിച്ചിട്ടല്ല എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യിക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഇനി നിങ്ങൾ നോക്കുക, ദൈവത്തിന് ലക്ഷക്കണക്കിന് ജനതയെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു നേതാവിനെ വേണം. ഒരു നേതാവിനെ ദൈവം തമ്പുരാന് ലക്ഷക്കണക്കിന് ജനതയെ വിടുവിക്കുവാൻ ആവശ്യമുള്ളപ്പോ ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, നന്നായി ആളുകളോട് ഇടപെടാൻ കഴിവുള്ള, ഒരിക്കലും കോപിഷ്ഠനല്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തപ്പോ ദൈവം വിക്കനായ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, നടന്നൊന്നുമല്ല, കഥയാണ്. ഒരു രാജ്യത്ത് വിക്കനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി ഇങ്ങനെ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ടൊരു പ്രശ്നമുണ്ടായി. പെട്ടെന്ന് അവിടുത്തെ പോലീസിനെ ആ രാജാവ് അല്ലെങ്കിൽ ആ ഭരണാധികാരി ഇറക്കി. ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ രാജാവിന് വിക്കുണ്ട്. രാജാവ് വെടി വെയ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ വെടിവെച്ചു. പുള്ളി ഉദ്ദേശിച്ചത് വെടി വെക്കരുതെന്ന് പറയാനാ, വെടി വെയ്ക്കരുതെന്ന് പറയാനാ വന്നത്. പക്ഷേ ഇവർ വിക്കനായതുകൊണ്ട് വെടി വെയ് എന്ന് വിളിച്ചപ്പോഴേയും വെടിവെച്ച് കഴിഞ്ഞു. ഒരു വിക്കനായ ഭരണാധികാരിയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തപ്പോ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാത്ത, വായ്ക്ക് വിക്കുള്ള, തടിച്ച നാവുള്ള ഒരുവനെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത നോക്കിയല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ കഴിവുകേടുകളെ കണ്ടുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ കഴിവ് കണ്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എൻ്റെ കഴിവുകേട് കണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു പണ്ടെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം യേശുവിനെ സ്വന്തം രക്ഷിതാവായി വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ കോമ്പൗണ്ടിൽ ഇറങ്ങി വന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലുള്ള തോമാച്ചാൻ അടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ അദ്ദേഹത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇന്ന് വരെ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത അവർ നോക്കിയില്ല, അദ്ദേഹത്തിന്റെ കുലം അവർ നോക്കിയില്ല, അദ്ദേഹത്തിന്റെ കഴിവ് അവർ നോക്കിയില്ല. കൂടെ നിർത്തി ഇന്നും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോ അദ്ദേഹത്തെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോക രാജ്യങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ദൈവഭക്തനാക്കി അദ്ദേഹത്തെ മാറ്റി. അതിന്റെ കാരണം 1 ദൈവം തിരഞ്ഞെടുത്തു, 2 ഫെലോഷിപ്പ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്.
മറ്റൊരു ദൈവ മനുഷ്യനെ ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിൽ എനിക്കറിയാം, 6ാം ക്ലാസ് വിദ്യാഭ്യാസം, അറിയാവുന്ന ജോലി ബേക്കറി പണി. പക്ഷെ ഇന്നലെകളിൽ അദ്ദേഹം ബഹറിനായിരുന്നു, ഇന്ന് അദ്ദേഹം സൗദിയിലാണ്, നാളുകളിൽ അദ്ദേഹം ശുശ്രൂഷിക്കാൻ പോകുന്നത് കുവൈറ്റിലാണ്. പാലാരിവട്ടത്തുള്ള ജോണിക്കുട്ടി പാസ്റ്റർ, അദ്ദേഹത്തിന് 6ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. എല്ലാ ബൈബിൾ കോളേജുകളിൽ പോലും അദ്ദേഹത്തെ എടുത്തില്ല. പക്ഷെ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്താൽ ബൈബിൾ കോളേജിൽ എടുത്തില്ലെങ്കിലോ, ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ, ഉപയോഗിക്കുന്നത് ദൈവമാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ആത്മാർത്ഥമായി പറയാ, നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, നിങ്ങളെ തെരഞ്ഞെടുത്തൊരു യേശു ഉണ്ട്. ആ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ചിലതിനെ തെരഞ്ഞെടുക്കും. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പാടാമോ? മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയും മാത്രം യേശുവേ. ദൈവം തമ്പുരാൻ ഒന്ന് തിരഞ്ഞെടുക്കുന്നു. രണ്ടാമത് ദൈവം ആ തിരഞ്ഞെടുത്ത വ്യക്തിയെ ഒരുക്കുന്നു, അഥവാ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മുടെ ചിന്താ വിഷയം അതാണ്. ദൈവിക പദ്ധതിക്കായി നമ്മെ ഒരുക്കുന്ന കഷ്ടത. ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ 5 P's, 5 P'യിൽ തുടങ്ങുന്ന അക്ഷരങ്ങളിൽ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ദൈവം നമ്മെ ഒരുക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായൊരു പ്ലാനുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. പ്ലാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ദൈവത്തിന്റെ പദ്ധതികളൊന്നും ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലും തിന്മയ്ക്കല്ല, അത് ദൈവം നമുക്ക് നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിക്കുന്നതാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കൾ, ചില അമ്മമ്മമാർ, ചില സഹോദരിമാർ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് ദൈവിക പ്ലാനം എന്നറിയാതെ കണ്ണുനീരോടും വേദനയോടും കൂടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനകത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അത് നന്മയ്ക്കാണ് പ്രിയ സഹോദരി, അത് തിന്മയ്ക്കല്ല പ്രിയ സഹോദരി. അത് നിന്റെ ജീവിതത്തിൽ വന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ മുറിപ്പെടുത്താനല്ല, നിന്നെ ഇല്ലായ്മ ചെയ്യാനല്ല. ദൈവത്തിന്റെ ഒരു പ്ലാനിന്റെ പദ്ധതി ഭാഗമായി ഇന്ന് രാത്രി നീ അനുഭവിക്കുമ്പോൾ അതിന് ദൈവം തമ്പുരാൻ ഒരു അന്തരം, ഒരു അവസാനം വെച്ചിട്ടുണ്ട്. അതുവരെ നീ അനുഭവിച്ചാലോ പേടിക്കണ്ട, അത് നന്മയ്ക്കായി ദൈവം തമ്പുരാൻ വ്യാപരിപ്പിക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് രാത്രി ഈ യോഗം ഇവിടെ അവസാനിക്കുമ്പോ, പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വന്നോണം. ഞാൻ ചുമ്മാ പറയുകയല്ല, നിയോഗമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ അവസാനം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഇവിടെ മുമ്പിൽ ഇരിപ്പുണ്ട്, അഭിഷിക്തന്മാർ. അവർ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ഉടയും ഇന്ന് രാത്രി, ചില ബന്ധനം ഉടയും ഇന്ന് രാത്രി. നിന്റെ ജീവിതത്തിലെ ചില കഷ്ടത ദൈവം മാറ്റൂ, അതിനെ അറുതി വെക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി എന്ന് നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ ചേഞ്ച് ആക്കാനുള്ള, ടേൺ ചെയ്യിക്കാനുള്ള, നിന്റെ ജീവിതത്തെ മാറ്റാനുള്ള ഒരു രാത്രിയായി ഇന്ന് രാത്രി അത് സംഭവിക്കും എന്ന് ഞാൻ പ്രവചനാത്മാവി പറയുന്നു. യെസ്, ഇന്ന് രാത്രി ദൈവം ചിലത് നമ്മുടെ മധ്യ ചെയ്യും. ഒന്ന്, ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. 2, ദൈവത്തിന് ഒരു പ്രോസസ് ഉണ്ട്. രണ്ടാമത്തെ P, പ്രോസസ്. അതിന് ദൈവത്തിനൊരു പ്രക്രിയയുണ്ട്.
ആ പ്രക്രിയ, ആ പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയില്ല. അത് ഏത് കഷ്ടത്തിലൂടെയാണ്, അത് ഏത് പ്രതിസന്ധിയിലൂടെയാണ്, അത് ഏത് രോഗത്തിലൂടെയാണ്, അത് ഏത് കഷ്ടതയിലൂടെയാണ് കടത്തിവിടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ആ പ്രോസസ്സ് തീരുമാനിക്കുന്നത് ദൈവം തമ്പുരാനാണ്. നമ്പർ 4, ആ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നാം തളർന്നു പോകാതിരിക്കേണ്ടതിന് ദൈവം തമ്പുരാൻ മൂന്നാമത്തെ പ്രോമിസ്, ദൈവം ചില വാഗ്ദത്തം നമുക്ക് നൽകി തരും. ഇന്ന് രാത്രി ഈ പ്രസംഗം ഇവിടെ നടക്കുമ്പോൾ ചില പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരോട് ഈ ദൂത് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങളോട് വാഗ്ദത്തമായി പറയുക, നീ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, നീ ദുഃഖിക്കണ്ട, നീ കണ്ണുനീരൊഴുക്കണ്ട, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ന് രാത്രി ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ചിലതിനോട് വാഗ്ദത്തമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, നീ പേടിക്കണ്ട, ആ പ്രോസസ്സ് ഞാൻ അനുവദിച്ചതാ. നമ്പർ 4, ഈ പ്രോമിസ് നമുക്ക് ദൈവം തന്നു കഴിഞ്ഞാൽ there is a progress. അതിന് ഒരു വളർച്ചയുണ്ട്. പ്രോഗ്രസിലൂടെ കടത്തിവിട്ട് പ്രോമിസ് ദൈവം നൽകി തന്നാൽ ഒരു പ്രോഗ്രസ് ദൈവം തരും, ഒരു വളർച്ച ദൈവം തമ്പുരാൻ നൽകി തരും. അവസാനമായി അത് അവസാനിക്കുന്നത് ഒരു പൊസിഷനിലായിരിക്കും, അതൊരു സ്ഥാനത്തിലായിരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രിപ്പറേഷനിൽ ഈ 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതൽ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ വ്യക്തമായി പറയാം, ഇന്ന് നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് നിന്നെ ദൈവം തൊടുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം നിന്റെ കരം പിടിക്കുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം നിന്റെ ബന്ധനത്തെ പൊട്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന രാത്രിയാണ്. 3-ാം ദിവസം ഉയർപ്പിന്റെ ദിവസമാണ്. 3-ാം ദിവസം കല്ലറയെ ഉയർപ്പുന്ന തുറക്കുന്ന ദിവസമാണ്. ഇന്ന് ദിവസം ആ പ്രവൃത്തി ദൈവം ഇതിനകത്ത് ചിലതിനു വേണ്ടി ചെയ്യും. ദൈവം മോശയെ പ്രിപ്പയർ ചെയ്തത് 5 സ്ഥലങ്ങളിൽ അല്ല 5 അവസ്ഥകളിലൂടെയാണ്. അത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഈ 5 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 5 അവസ്ഥകൾ പറയുന്നത്. 1 ഹോമാണ്, 2 പാലസാണ്, 3 ഹിസ് ഓൺ പീപ്പിൾ ആണ്, തൻ്റെ സ്വന്തക്കാരാണ്, 4 ഫാമിലി, തൻ്റെ കുടുംബമാണ്, 5 മരുഭൂമി വിൽഡർനെസ് ആണ്. ദൈവം മോശയെ കടത്തിവിട്ട ഈ 5 സ്ഥലങ്ങളിലൂടെയാണ് ദൈവം അവന് ദൈവിക പദ്ധതിക്കായിട്ട് ഒരുക്കുന്നത്. നമ്പർ 1 ഹോം, ഭവനം. നമുക്കറിയാം മോശ ജീവിക്കുന്നത് ഒരു കെട്ടകാലത്താണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ തകരണമെന്നും നശിക്കണമെന്നും ഇല്ലാതെയാകണമെന്നും അവരെ നശിപ്പിച്ചു കളയാനുള്ള സകല പദ്ധതികളും കുതന്ത്രങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ എന്താണ് മോശയിൽ കണ്ടത്? 11-ാം അധ്യായം എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. മതി, ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. പക്ഷെ ഇത് ആദ്യം കണ്ടത് അമ്മയപ്പനും അല്ല. ആദ്യം കണ്ടത് ശിശു സുന്ദരനാണെന്ന് അമ്മയപ്പനും അല്ല. അതറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് പോകണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം 20-ാം വാക്യം. 7-ാം അധ്യായം 20-ാം വാക്യം. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. ദിവ്യസുന്ദരനായിരുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് കാണുന്നത്, എ ബ്യൂട്ടിഫുൾ ചൈൽഡ് ഇൻ ഗോഡ്സ് ഐ. ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു മനോഹരനായ കുഞ്ഞ്. മോശ സുന്ദരൻ എന്ന് ആദ്യം കണ്ടത് ദൈവമാ കണ്ടത്. പക്ഷെ ദൈവം കണ്ടത് എന്താണെന്ന് കാണാൻ മാതാപിതാക്കൾക്ക് കണ്ണുണ്ടായിരുന്നു.
ഇന്നിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? മാതാപിതാക്കൾക്ക് ദൈവം കാണാനുള്ള കണ്ണില്ലെന്നുള്ളത് ഇന്നത്തെ തലമുറ തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ദൈവത്തിന് നിന്റെ മകൻ സുവിശേഷ വേലക്കാരനാണോന്ന്, പക്ഷേ അമ്മാമ്മയ്ക്ക്, അതായത് വീട്ടിലെ ഭാര്യയ്ക്ക് ആഗ്രഹം എഞ്ചിനീയർ ആണോന്ന്, അച്ചായന് ആഗ്രഹം ഡോക്ടറാണോന്ന്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം സുവിശേഷ വേലക്കാരനാണെന്ന്. ദൈവം എന്ത് കാണുന്നു അത് കാണാൻ മാതാപിതാക്കൾക്ക് കഴിയാത്തത് കൊണ്ട് കറങ്ങി നടക്കുന്ന ഒത്തിരി തലമുറ, ഒത്തിരി നമ്മുടെ മക്കൾ ഇതിന്റെ പുറത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ മാതാപിതാക്കളോട് ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ, മോശയെ ദൈവം തമ്പുരാൻ പ്രിപ്പയർ ചെയ്തെടുത്ത ഒന്നാമത്തെ സ്ഥലം ഭവനമാണെങ്കിൽ എൻ്റെ നിന്റെ കുടുംബത്തിലാണ് എൻ്റെ നിന്റെ തലമുറ ദൈവ പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങേണ്ടതെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. നമ്മുടെ സ്വപ്നവും നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും തലമുറയുടെ നടയിൽ നടക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, നീ താൽക്കാലികമായി എനിക്ക് വളർത്താൻ തന്ന ഈ സന്തതി നീ എന്ത് സ്വപ്നം കാണുന്നുവോ അവിടേക്ക് കയറാനായിട്ട് വളർത്താനുള്ള ദൈവകൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു മാതാവും പിതാവും എനിക്കുണ്ടായതുകൊണ്ട് ഈ കൺവെൻഷനിൽ ഞാൻ ദൈവവചനം ഇവിടെ പ്രസംഗിക്കുന്നത്. അങ്ങനെ കണ്ട ഒരു മാതാവും പിതാവും ഉണ്ടായിരുന്നത് കൊണ്ടാ പാസ്റ്റർ ജോസ് ജോർജ് ഷാരോണിലെ ഒരു പേഴ്സണേജിൽ വളർന്ന അദ്ദേഹം ഈ വചനം ഇവിടെ പ്രസംഗിക്കുന്നത്. ദൈവം എന്ത് കാണണോ അത് കാണാൻ, നിന്റെ തലമുറ എന്താകണമെന്ന് കാണാൻ ഒരു കണ്ണ് അപ്പനും അമ്മയ്ക്കുണ്ടെങ്കിൽ നിങ്ങൾക്കിനി തലവേദന ഉണ്ടാവില്ല. ഇന്നത്തെ തലവേദനയുടെ കാരണം മുഴുവൻ അതാ. ദൈവം പ്രിപ്പയർ ചെയ്യുന്നത് കുടുംബത്തിലാ, ഒന്ന്. നമ്പർ 2, ദൈവം പ്രിപ്പയർ ചെയ്യുന്നത് പാലസില, കൊട്ടാരത്തില. അതെന്താ കൊട്ടാരത്തിൽ ദൈവം പ്രിപ്പയർ ചെയ്തത്? കൊട്ടാരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നത് 7:22, അപ്പോസ്തല പ്രവൃത്തി 7:22. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. He was educated in all the wisdom and culture of the Egyptians. അവരുടെ സംസ്കാരം പഠിച്ചു, അവരുടെ ജ്ഞാനം പഠിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. ആ സാമർത്ഥ്യമാണ് പുള്ളി 40-ാമത്തെ വയസ്സിൽ കാണിച്ചത്. അറിയാം എന്നാ സാമർത്ഥ്യമൊന്നും, അതത്ര നല്ല സാമർത്ഥ്യമൊന്നും അല്ല. എന്തിനാണ് പാലസിൽ ദൈവം പ്രിപ്പയർ ചെയ്തത്? ദൈവം പാലസിൽ വിദ്യാഭ്യാസം നൽകി ഒരുക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ബൈബിൾ എഴുതുമ്പോൾ ഈ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ അത് എഴുതാൻ ദൈവം തീരുമാനിച്ചു അല്പം ബോധവും വിവരമുള്ളവനിരിക്കട്ടെ. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ഇവന് ഇച്ചിരി വിദ്യാഭ്യാസം വേണം. അത് വേണമെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വിട്ടാ കിട്ടില്ല. 6 വയസ്സ് വരെയാണ് ഈ മോശ അപ്പൻ്റെ അമ്മയുടെ അടുത്തുണ്ടായിരുന്നത്. ബാക്കി 34 വർഷം, ഏകദേശം 34 വർഷം പാലസിലാണ് വളർന്നത്. എന്തിനാണെന്നറിയാമോ? നാളെ ചരിത്രം ഇവൻ എഴുതണം, നാളെ കവിത ഇവൻ എഴുതണം, നാളെ കൽപ്പനകൾ ഇവൻ എഴുതണം. അത് സാധാരണക്കാരനെ കൊണ്ട് എഴുതിക്കാൻ ദൈവം താല്പര്യപ്പെട്ടില്ല. ബൈബിൾ എഴുതിയ പുള്ളി അല്പം വിദ്യാഭ്യാസമുള്ളവനായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ദൈവം അവനെ പ്രിപ്പയർ ചെയ്തത് കൊട്ടാരത്തിൽ അതിനു വേണ്ടിയായിരുന്നു. ഈ വിശുദ്ധ ബൈബിൾ എഴുതുവാനുള്ള ഒരു ചാലക ശക്തിയാകാൻ വേണ്ടിയിട്ട്. നമ്പർ 3, ദൈവം അവനെ ഒരുക്കിയെടുത്ത മൂന്നാമത്തത് ഹിസ് ഓൺ പീപ്പിൾ, തൻ്റെ സ്വന്തം സഹോദരന്മാർ. നമുക്കറിയാം 40 വയസ്സായപ്പോ മോശ തൻ്റെ ബന്ധുക്കളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് പോയി പുറത്ത്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു സംഘടനത്തിൽ ഏർപ്പെടുകയും ഒരാളെ കൊല്ലുകയും മറവുകയും ചെയ്തു.
പിറ്റേ ദിവസം, ആദ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് മോശ ഹീറോയായി, ഭയങ്കര ഹീറോ. പക്ഷെ പിറ്റേ ദിവസം ഈ മനുഷ്യൻ വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോ അവന്റെ സ്വന്തം ആൾക്കാര് ഒന്നാമത് ചെയ്ത കാര്യം അവനെ ഉന്തിക്കളഞ്ഞു. രണ്ടാമത് ചെയ്ത കാര്യം, അവനോട് ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവാക്കിയതാര്? ഒന്നാം ദിവസം ഇറങ്ങിയപ്പോൾ ഹീറോ ആയവൻ രണ്ടാം ദിവസം ഇറങ്ങിയപ്പോൾ സീറോയായി. ഇന്ന് രാത്രി ഓർത്തോണം, ദൈവകൃപയില്ലാതെ ആരെല്ലാം ഹീറോ ആയാലും അത് അധികകാലം നിലനിൽക്കില്ല. എന്ന ദൈവം നിന്നെ ഉയർത്തിയാൽ അത് സ്ഥിരമായി നിലനിൽക്കുന്നതാണ്. ദൈവമില്ലാതെ നീ ഉയർന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നീ താഴെ പോകും. ഇന്ന് രാത്രി ഞാനൊരു കാര്യം, ഒരു ദൂത് പറയാം. ജോസഫിന് എതിരായി നിന്നത് അവന്റെ സഹോദരന്മാരാണ്. അവനെ സ്വപ്നക്കാരനെന്ന് വിളിച്ചു. അവനെ എന്തെല്ലാം രീതിയിൽ അവനെ കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുക, സ്വപ്നക്കാരൻ, അങ്ങനെ പല രീതിയിലുള്ള പേരുകൾ അവനെ വിളിച്ചു. പലതും അവർ ചെയ്തു. അവസാനം അവനെ ഒറ്റിക്കൊടുത്ത് 20 വെള്ളിക്കാശിന് വിറ്റതും അവന്റെ സഹോദരന്മാർ തന്നെയാണ്. യേശുവിലേക്കൊന്ന് വന്നേ, സ്വന്തമായതിലേക്ക് അവൻ വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവരാണ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കാൻ ആക്രോശിച്ചത്. ഇന്ന് രാത്രി നമ്മെ രക്ഷിക്കുമെന്ന് നമുക്ക് തോന്നുന്ന സ്വന്തക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും നമ്മുടെ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന പലരും നമുക്കെതിരെ നിൽക്കുമ്പോ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആരും അറിയാത്തൊരു കരം നിന്നെ തേടി നീ ആയിരിക്കുന്ന സ്ഥലത്ത് വന്ന് എല്ലാവരും ഇതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. അവൻ എത്ര? യേശു. ഇന്ന് രാത്രി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായി ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ അവസാനം വരെ, മരണം വരെ ജീവപര്യന്തം സ്നേഹിക്കുന്ന, കൂടെ അണച്ചു പിടിക്കുന്ന, കരം പിടിച്ചു നടത്തുന്ന ഒരു രക്ഷകനുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇത് പറയാതെ എങ്ങനെ ഈ യോഗ അവസാനിപ്പിക്കും? നമ്പർ, ഹിസ് ഓൺ പീപ്പിൾ തന്നെ തള്ളിക്കളഞ്ഞു, സ്വന്തക്കാർ. പക്ഷെ സംഭവിച്ച കാര്യം, ആരുന്തിക്കളഞ്ഞു അവരുടെ മുമ്പിൽ ദൈവം അവനെ അയച്ചു. 7:35 ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7:35. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാര് എന്നിങ്ങനെ അവർ തള്ളി പറഞ്ഞ ഈ മോശെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. ഇനി അവരെ അയച്ചു. ഇനി അവരെ തള്ളിക്കളഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, അവന്റെ വീണ്ടെടുപ്പ് നഷ്ടമാകും. മോശയെ ഇനി അവരുടെ സ്വന്തം സഹോദരന്മാര് തള്ളിക്കളഞ്ഞാൽ, പണ്ട് അധികാരി ന്യായകർത്താവെന്ന് ചോദിച്ചത്, ഇവിടെ പറഞ്ഞ പദം സൂക്ഷിക്കണം. നിന്നെ ഞാൻ അയക്കുന്നത് അധികാരിയായിട്ട് മാത്രമല്ല, വീണ്ടെടുപ്പുകാരനായിട്ടാണ് അയക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആരാ? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാ. മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പോൻ അവൻ മാത്രമാണ്. പഴയ നിയമത്തിലെ മോശയ്ക്ക് പ്രതിനിധി പോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഇതാണ് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അവനെ ഇനി തള്ളിക്കളഞ്ഞാൽ വേറെ ഒരു വീണ്ടെടുപ്പുകാരനുമില്ല. നമ്പർ 4, ഹിസ് ഫാമിലി, തന്റെ കുടുംബം. തന്റെ കുടുംബത്തിലെ പ്രധാന കഥാപാത്രം സിപ്പോറയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സിപ്പോറ ഈസ് നോട്ട് സപ്പോർട്ടിങ്. സിപ്പോറ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ നോക്കി, പാസ്റ്റർ അതെങ്ങനെ അറിഞ്ഞേ? സിപ്പോറയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ വിവാഹം നടന്നത് എങ്ങനെയാണെന്നറിയാം. 7 മക്കളുള്ള ഒരു വീട്ടിലാണ്. കിണറ്റിൻ്റെ കരയിൽ പോയി നിന്ന് വെള്ളം കോരി കൊടുക്കാൻ സഹായിച്ചതാണ്. അങ്ങനെ അപ്പനും അമ്മയും
ബന്ധുക്കളും ചർച്ചക്കാരും ഒന്നും അറിയാതെ ആ വീട്ടിലേക്ക് ഇത്രോ വിളിച്ചു വരുത്തി അവസാനം ഇഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചതെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ പുള്ളിക്കാരത്തിക്ക് യഹോവ ദൈവമാണെന്ന് വിശ്വാസമില്ല. 2 ആരാധന ഒരു വീട്ടിൽ വന്നുള്ള ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി വേണ്ട, ഒരു വീട്ടിൽ തന്നെ IPCയും ഷാരൂനും ആയുള്ള ഗതി ആലോചിച്ച് നോക്കി. 2 പെന്തക്കോസാ. പിന്നെ സാർ പറയുന്നത് അങ്ങനെ വരാതിരിക്കട്ടെ എന്ന്. ആർക്കറിയാൻ വരുമല്ലോ എന്നുള്ളത്. അപ്പോഴാണ് 2 ആരാധന. ഒന്ന് മിദ്യാന്യ ദൈവത്തെ ആരാധിക്കുന്നു, നേരത്തെ ജോസ് ജോർജ് പാസ്റ്റർ പറഞ്ഞതുപോലെ ബാലിനെ അശേരയും ആരാധിക്കുന്ന സിപ്പോറ ആ മുറിയിൽ ആരാധന നടത്തുന്നു. ഇപ്പറേ യഹോവയെ ആരാധിക്കുന്ന മോശ ഇവിടെ നിന്ന് ആരാധിക്കുന്നു. ഇത് രണ്ടും എന്തായാലും ഒരുമിച്ച് പോവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊച്ചു ജനിച്ചത്. അപ്പൊ ഈ കൊച്ചു ജനിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ആചാരപ്രകാരം പരിച്ഛേദന കഴിക്കണം, സർക്കംസിഷൻ ചെയ്യണം. പുള്ളിക്കാരത്തി പറഞ്ഞു, സിപ്പോറ നോട്ട് സപ്പോർട്ടിങ് കേട്ടോ, നടക്കണ പണിയല്ല. ഞാൻ ഇപ്പം മിദ്യാനിലാണ്, നിങ്ങളിപ്പോൾ താമസിക്കണ എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഞാൻ പറയുന്ന പോലെ വേണമെങ്കിൽ എന്ത് ചെയ്തോണം, പൊക്കോണം. അതുകൊണ്ട് എൻ്റെ ആരാധനക്രമം ഇവിടെ നടക്കൂ. യഹോവയെ ആരാധിക്കുകയോ യഹോവയുടെ കൽപ്പനകളിലൂടെ അനുസരിക്കുകയോ ചെയ്യുന്ന പരിപാടിയില്ല. ഇനി നിങ്ങൾ പറ, സിപ്പോറ സപ്പോർട്ടാണോ? ഒറ്റണ്ണ അനങ്ങണോന്ന്. ഇനി ഇച്ചിരി വിശദീകരിച്ച് പറയാം. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുറപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. പുറപ്പാട് 18-ന്റെ 2-3 വാക്യങ്ങൾ. അപ്പോൾ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ മോശ മടക്കി അയച്ചിരുന്ന അവന്റെ ഭാര്യ സിപ്പോറയെയും അവളുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടും മോശ എടുക്ക വന്നു. അല്ല, ഒരു പദപ്രയോഗം ശ്രദ്ധിക്കണം. മടക്കി അയച്ച. ഞാൻ 25 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ അതിനെ മടക്കി ഞാൻ അയച്ചിട്ടില്ല. അല്ല, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിവാഹം കഴിച്ചിട്ട് മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ? എന്തോ ഒരു കാരണമുള്ളതുകൊണ്ടല്ലേ. മോശ ഭയങ്കര വിദഗ്ധനായിരുന്നു. പുള്ളി ഈ കാര്യം വളരെ പൊതിഞ്ഞ് എഴുതിയേക്കുന്നത്. ഏത്? തൻ്റെ ഫാമിലി മാറ്റർ വളരെ ഡീസൻ്റായിട്ട് ആ പുള്ളിക്കാരത്തി കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ചെറുതായിട്ട് മടക്കി അയച്ചിരുന്ന. ഇനി നാത്തൂനായിട്ടുള്ള ബന്ധം നിങ്ങളൊന്ന് പഠിച്ച്. സംഖ്യാപുസ്തകത്തിൽ കിടപ്പുണ്ട് 12-ാം അധ്യായത്തിൽ ഒരു നാത്തൂൻ പോര്. മൊത്തത്തിലൊന്ന് പഠിച്ചാൽ സിപ്പോറ പുള്ളിക്ക് അത്ര സപ്പോർട്ടല്ലായിരുന്നു. ഇന്ന് രാത്രി ദൈവവേലയിലായിരിക്കുന്ന ദൈവദാസിമാരോട് ഉണർവൊക്കെയോടെ ഇരിക്കട്ടെ, അല്ല ദൈവദാസന്മാരോട് ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിൽ പരസ്പരം സപ്പോർട്ടീവായിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ ശുശ്രൂഷയിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ മോശയ്ക്ക് വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ച് മുന്നേറാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് മുൾപ്പടർപ്പിലെ ദർശനം കണ്ട് ഈ മോശ മടങ്ങി വരികയാ തൻ്റെ നാട്ടിലേക്ക്. ഭാര്യയും പിള്ളേരും ഉണ്ട്. സത്രത്തിൽ വെച്ച് ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ നിന്റെ മകനെ സർക്കംസിഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ മോശയെ കൊന്നുകളയും. ഉടനെ തന്നെ ഒരു കൽക്കത്തി എടുത്ത്, ആ കുഞ്ഞിൻ്റെ പ്രായം കൊച്ചു കുഞ്ഞൊന്നുമല്ല, 40 വർഷം ആ ഏകദേശം കഴിഞ്ഞിട്ടുള്ള മടങ്ങി വരവാ. അപ്പൊ പ്രായം എത്ര എന്ന് വിചാരിച്ചു? പണ്ടേ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്തില്ല. സർക്കംസിഷൻ ചെയ്ത് മോശയുടെ മുൻപിൽ ആ പരിച്ഛേദന ഇട്ട് കഴിഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ഇന്നു മുതൽ ഒരു ഉടമ്പടി ചെയ്യുന്നു. ഇനി മുതൽ യഹോവയാണ് എൻ്റെ ദൈവം, ഇനി മുതൽ യഹോവയാണ് എൻ്റെ ദൈവമെന്ന് മോശയോട് അവൾ ഉടമ്പടി ചെയ്തതിന് ശേഷമാണ് മോശയെ ആ ദൈവം മാറിപ്പോയത്. ഇന്ന് രാത്രി
വളരെ ആത്മാർത്ഥമായി ഞാൻ പറയാം, ദൈവം നമ്മെ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. മോശയെ ദൈവം ഒരുക്കിയെടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലം കുടുംബമായിരുന്നു. ഇന്ന് രാത്രി കുടുംബമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളവരോട് ഒരു ചെറിയ കാര്യം വരുമ്പോൾ, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഉടനെ ഡൈവേഴ്സ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ, പെന്തക്കോസ് കുടുംബങ്ങളിൽ, പെന്തക്കോസിന്റെ അകത്ത് ഇന്നിത് വർദ്ധിച്ചു വരുമ്പോ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന കുടുംബങ്ങളാകാൻ, നമ്മുടെ സഭയിലെ കുടുംബങ്ങളാകാൻ പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ആ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലോ ഞാനും നീ വന്നു നിൽക്കുന്നത്. മോശെ ദൈവം പ്രിപ്പയർ ചെയ്ത 4ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കുടുംബമായിരുന്നു. 5ാമത്തെ സ്ഥലം മോശെ ദൈവം പ്രിപ്പയർ ചെയ്ത, ഒരുക്കിയെടുത്ത, കഷ്ടതയിലേക്ക് കടത്തിവിട്ട 5ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വിൽഡർനെസ് ആണ്, മരുഭൂമിയാണ്. ആ മരുഭൂമി എന്ന് പറയുന്നത് 1 വർഷമല്ല, 5 വർഷമല്ല മരുഭൂമി, 10 വർഷവുമല്ല, 40 വർഷമാണ് മരുഭൂമി. ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാ. അബ്രഹാമിന് 25 വർഷം മതിയായിരുന്നു, ഇസഹാക്കിന് 20 വർഷം മതിയായിരുന്നു. പക്ഷെ മോശയ്ക്ക് 40 വർഷം വേണ്ടി വന്നു. മാത്രമല്ല ദാവീദിന് രാജസ്ഥാനത്ത് ഒരു 38 വർഷം വേണ്ടി വന്നു. ഇനി അത് മാത്രമല്ല, എലിസബത്തിന് സക്കറിയാവിന് കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഏകദേശം 40 വർഷത്തിലധികം വേണ്ടി വന്നു. ഒരു കാത്തിരിപ്പ് അവർക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ സമയത്ത് എന്നെ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി തയ്യാറാ. അപ്പൊ ഈ 40 വർഷത്തെ മരുഭൂമിയില് ഒന്നാമത്തെ പ്രശ്നം പുള്ളിക്ക് സംസാരിക്കാൻ ആളില്ലെന്നുള്ളതാ. ഭാര്യയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ വീട്ടിലിരിക്കാതിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ആരാണ്? ആടാണ്. ആടുമായിട്ട് മരുഭൂമിയിലൂടെ തന്നെ യാത്ര ചെയ്യുക. ആടുമായിട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ പ്രശ്നം, തനിക്ക് കുറ്റബോധം വരും, തനിക്കിടയ്ക്ക് പശ്ചാത്താപം വരും. അത് മാത്രമല്ല, തന്നെ വേട്ടയാടുന്ന ഒരു ചിന്തയുണ്ട്. എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ കഴിവും വെച്ച് ഞാൻ ഇങ്ങനെ ആകേണ്ട, ഈ ആടിൻ്റെ പുറകെ നടക്കേണ്ട ഒരാളല്ലായിരുന്നു. എനിക്ക് മാന്യമായ വിദ്യാഭ്യാസവും എനിക്ക് മാന്യമായ കഴിവൊക്കെ ദൈവം തന്നിരുന്നു. പക്ഷെ ഞാൻ ഈ ആടിൻ്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ടവനല്ല എന്നൊരു ചിന്ത അവൻ്റെ അകത്തുണ്ട്. അടുത്തത് അവൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ചിന്ത, ഞാനൊരു പരാജയമാണെന്നുള്ള ഒരു ചിന്ത തൻ്റെ ജീവിതത്തിൽ വന്നു. അടുത്ത തൻ്റെ ഉള്ളിൽ മതിക്കുന്ന ചിന്ത, ഈ വിൽഡർനെസ്സിൽ ഇനി എനിക്കൊരു ഭാവി ഇല്ല എന്നുള്ളൊരു ചിന്ത തൻ്റെ അകത്ത് വന്നു. അതൊരു നിരാശയായി, അതൊരു നെടുവീർപ്പായി, അതൊരു കണ്ണുനീരായി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഏകദേശം 40 വർഷം മരുഭൂമിയിലൂടെ മോശ കടന്നുപോയപ്പോ 40ാമത്തെ വർഷം ദൈവത്തിന്റെ സമയമായപ്പോൾ മുൾപടർപ്പിൽ ഇതാ ഒരുവൻ പ്രത്യക്ഷനാകുന്നു. മോശേ, നിന്റെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഇന്ന് ഞാൻ അന്ത്യം കുറിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ഭാവി ഇരുളടഞ്ഞതായല്ലോ, ഞാനൊരു പരാജയമായല്ലോ, ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സ്ഥലത്തെത്തുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മുൾപടർപ്പിലെത്തി മോശയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് മോശേ മോശേ എന്ന് വിളിച്ച് അവനെ അടുത്ത തലത്തിലേക്ക് കയറ്റി നിർത്തിയ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചിലതിനെ നോക്കി പറയുന്നു, ഇന്ന് രാത്രി നിന്റെ കൂട് പൊളിച്ച് ഞാൻ നിന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി നിർത്താൻ പോകുക, കയറ്റി നിർത്താൻ പോകുക. നിന്റെ ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാ. ഇതുവരെ നീ കണ്ടതല്ല നിന്റെ ശുശ്രൂഷ, ഇതുവരെ നീ അനുഭവിച്ചതുമല്ല നിന്റെ ശുശ്രൂഷ. അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ പുതിയ പദ്ധതികൾ ദൈവദാസോ നിങ്ങളെ കുറിച്ചുണ്ട്, താങ്കളെ കുറിച്ചുണ്ട്. ഇനി സാധ്യതയില്ലെന്നല്ല നീ പറയുന്നത്, ദൈവം പറയുന്നു ഇനി സാധ്യത ഉണ്ട്. ഇനി നിനക്കൊരു സാധ്യത ദൈവത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു ദർശനം, അതിനു മുമ്പ് ഒരു മുൾപടർപ്പിന്റെ ദർശനം.
അതിനു മുമ്പ് നിന്റെ ക്ഷീണം അകറ്റാൻ ഒരു മുൾപ്പടർപ്പിലെ ദർശനം. അത് എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അത് ഇന്നായിക്കൂടുന്നില്ല. ഇന്ന് ഇവിടെ നടക്കുന്ന യോഗത്തിലായിക്കൂടുന്നില്ല. നിന്നോടൊരു എൻകൗണ്ടർ ദൈവത്തിന് ഇന്ന് രാത്രി ചെയ്യാനായിട്ടുണ്ട്. അത് ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ മുൾപ്പടർപ്പിൽ അവൻ കണ്ട ദൈവ സാന്നിധ്യം ഈ ഭക്തന്മാർ ഒരുമിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നിന്നെ കയറ്റി നിർത്തി നിന്നെ അടുത്ത തലത്തിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന, അടുത്ത ശുശ്രൂഷയുടെ വാതായനം നിനക്ക് തുറന്നു തരുന്ന, നീ ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷയുടെ തലങ്ങൾ നിന്റെ മുമ്പിൽ നിനക്ക് അഭിഷേകമായി പകർന്നു തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് അല്പസമയം ഒന്ന് മഹത്വപ്പെടുത്തിയേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇതിനകത്ത് നടക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ദൈവിക പ്രവർത്തിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്, നിന്നെ തൊടാൻ വന്നിട്ടുണ്ട്, നിന്നെ ശുശ്രൂഷയ്ക്ക് കയറ്റാൻ വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ പുറകിലിരിക്കുന്ന സഹോദര, നീ വിചാരിക്കുന്നു എങ്ങനെ നടക്കുമെന്ന്, എന്തായി തീരുമെന്ന്, എന്ത് സംഭവിക്കുമെന്ന്, നിന്റെ തലമുറയെ കുറിച്ച് നീ ഓർക്കുന്നു. എന്നാൽ ഇന്ന് ദൈവം പറയുന്നു, അവനെ തൊടേണ്ട സമയത്ത് തൊടാൻ എനിക്കറിയാം, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ എനിക്കറിയാം, നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ എനിക്കറിയാം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കറിയാം. ശബന ഹദല ഹദന ഹരഗ ദബല ശദന ദിഗൽ ഖരാദന അതുര ദഗൽ ഖരാദന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദൈവ സാന്നിധ്യം ചിലതിനെ തൊടട്ടെ. ഈ ആരാധന നടക്കുമ്പോ ആ ദൈവ സാന്നിധ്യത്താൽ ചിലത് നിറയട്ടെ. ശബന ഹദൽ ഖരാദന സബന അടഗൽ ഖദന ദബല ഖദല അദന ദനബ ശബല ഗടഗ അഖര ദിഗൽ ഖരാദന. ഓ ശബ ശബലബ റഖനബ റിഖനബ. യെസ് യെസ്, ഈ കൺവെൻഷന്റെ പ്രാർത്ഥന വെറുതെ ആകില്ല. കഴിഞ്ഞ ദിനങ്ങളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ, റീജിയൻ അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചത് വെറുതെ ആകില്ല. ഒന്നാം ദിവസം മുതൽ നമ്മൾ അത് കണ്ടു തുടങ്ങിയത്, അത് എന്നും ഇവിടെ വന്നിട്ടുണ്ട്. വിടുതൽ സംഭവിക്കട്ടെ. നിരാശപ്പെട്ടിരിക്കുന്ന ചിലതിനെ ഇപ്പോൾ ദൈവം തൊടുക. നിരാശപ്പെട്ടിരിക്കുന്ന ചിലതിനെ, എത്ര നാളായത്, എത്ര നാളായത്, എന്റെ ഭാവിയെല്ലാം അടഞ്ഞല്ലോ, സാധ്യതയില്ലല്ലോ, ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ഒരു വിടുതലും ഇല്ലല്ലോ. നിരാശപ്പെടണ്ട, പ്രാപിച്ചു പോകോ. നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത അനാക്യ ശക്തികൾ, വിദ്യാന്യ ശക്തികൾ, ഫറവോന്റെ ശക്തികൾ നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയോ. ഇവിടെ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ദൈവശക്തി കൊണ്ട് നീ ചിലതിനെ കീഴടക്കാൻ പോകുകയാ. മിസ്രൈമിനെ നീ കീഴടക്കാൻ പോകുക, ഫറവോനെ നീ കീഴടക്കാൻ പോകുക. മോശേ, 40 വർഷത്തെ നിന്റെ കെടുതി തീരാൻ പോകുകയാ. 40 വർഷത്തെ നിന്റെ കെടുതി തീരാൻ പോകുകയോ. 40-ാം വർഷത്തിൽ ഇതാ നിന്റെ ടേണിംഗ് പോയിന്റ്. മോശെ ദൈവം മരുഭൂമിയിൽ വെച്ച് ഒരുക്കിയെടുത്തത് പറയാൻ സമയമില്ല. 7 കാര്യങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്. Suffering in the wilderness, God changed Moses from Egyptian to evangelist. ഈജിപ്ഷ്യനെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആക്കി മാറ്റി. ഫ്രം വാനിറ്റി ടു ഹ്യൂമിലിറ്റി, അഹംഭാവത്തിൽ നിന്ന് താഴ്മയിലേക്ക് കൊണ്ടുവന്നു. ഫ്രം വിഷൻ ടു മിഷൻ, ദർശനത്തിൽ നിന്ന് അത് അവന്റെ ദൗത്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഫ്രം ഫിയർഫുൾ ടു ഫയർഫുൾ, ഭയമുള്ളവനെ തീ ജ്വലയായി ദൈവം തമ്പുരാൻ ഉയർത്തി. ഫെയിലിയർ ടു ഫെയ്ത്ത്ഫുൾ, അവനൊരു പരാജയമായിരുന്നെങ്കിൽ അവനെ വിശ്വസ്തനായി ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു. ഫ്രം വേൾഡിനെസ് ടു ഗോഡ്ലിനെസ്,
ലോകമയമായവനെ ദൈവഭക്തിയിലേക്ക് ദൈവം കയറ്റിക്കൊണ്ടുവന്നു. ഫ്രം റോയൽ കിങ് ടു ഷെപ്പേർഡ് കിങ്. രാജകീയ രാജാവിൽ നിന്ന് ഇടയ രാജാവിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഈ 7 കാര്യം പൂർത്തീകരിച്ചെങ്കിലേ സന്ദേശം പൂർത്തിയാകൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫ്രം ഈജിപ്ഷ്യൻ ടു ഇവാഞ്ചലിസ്റ്റ്. ഒരു ഈജിപ്ഷ്യനെ ഇവാഞ്ചലിസ്റ്റ് ആക്കി മാറ്റി. ഒരു വാക്യം വായിക്കണം, പുറപ്പാട് 2:19. പുറപ്പാട് 2:19. ഒരു മിസ്രയീമിൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്. ഒരു മിസ്രയീമിൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. മതി. ഈ പെൺപിള്ളേര് 6 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഋഗുവേലിന്റെ പിള്ളേര്, അവര് വീട്ടിൽ നേരത്തെ ചെന്നു. അപ്പൊ അപ്പൻ ചോദിച്ചു, നേരത്തെ വന്ന എന്താന്ന്? അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. പിള്ളേർ താമസിച്ച് വന്നാലും ചോദിക്കണം, നേരത്തെ വന്നാലും ചോദിക്കണം. എന്തോ കുഴപ്പമുണ്ടോ അതിനകത്ത്? അപ്പൊ ചോദിച്ചു, നിങ്ങളെന്താ നേരത്തെ വന്നതെന്ന് ചോദിച്ചു. നല്ല അപ്പൻ പറഞ്ഞു, ഒരു ചെറുക്കൻ വന്നായിരുന്നു, അവൻ വെള്ളം കോരി തന്ന് ഉടയന്മാരെ ഓടിച്ചു വിട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവൻ ആരാന്ന് ചോദിച്ചു. ഇന്നത്തെ പിള്ളേരായിരുന്നെങ്കിൽ ആദ്യം ഫോൺ നമ്പറേ ചോദിക്കുള്ളൂ, പിന്നെ അവർ ചോദിക്കും മറ്റേ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റഗ്രാം ID, മൊബൈൽ, ഇതവർ മേടിക്കുന്നത്. അന്ന് ഈ പെൺപിള്ളേർ പേരും ചോദിച്ചില്ല, മൊബൈൽ നമ്പറും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് അവർക്ക് കണ്ടപ്പോൾ ഈ പുള്ളിയെ മനസ്സിലായി, ഇവനൊരു മിസ്രൈമിനാണ്. അതിൻ്റെ കാരണം അവൻ്റെ വേഷവും അവൻ്റെ തലയിലെ ആ കെട്ടും അവൻ്റെ ആ മട്ടും അവൻ്റെ ആ നിപ്പും ആ കാലിലെ ചെരുപ്പും എല്ലാം കണ്ടപ്പോൾ ഇവനൊരു മിസ്രൈമിനാന്ന് മനസ്സിലായി. ജനിച്ചത് ഇസ്രായേലിനായിട്ടാ, പക്ഷെ ഇപ്പൊ വളർന്നു വന്നപ്പോ എല്ലാവർക്കും മിസ്രൈമിനായിട്ടാ കാണുന്നത്. അല്ല, ജനിച്ചത് പെന്തക്കോസിലാ, വളർന്നു വന്നപ്പോ കാണുന്നത് മുഴുവൻ ഈജിപ്ഷ്യനായിട്ടാ. ഹലോ, നമ്മൾ വിചാരിക്കും ഇത് ആ സഭയിലെ പുള്ളിയല്ലേ, ഇത് ഇവനെ കണ്ടിട്ട് വിശ്വാസിയെ പോലെ അല്ലല്ലോ, അവനൊരു ഈജിപ്ഷ്യനെ പോലെ ആണല്ലോ. പക്ഷേ ഈജിപ്ഷ്യനെ ഇവാഞ്ചലിസ്റ്റ് ആക്കാൻ, രക്ഷയുടെ ദൂതുമായി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് രാത്രി കരയുന്ന മാതാപിതാക്കളോട് പറയാം, നിന്റെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു ഈജിപ്ഷ്യൻ ഉണ്ടല്ലോ. പെന്തക്കോസില വളർന്നേ, പക്ഷെ വളർന്നു വന്നപ്പോൾ അവൻ അങ്ങനെയോ ഈജിപ്ഷ്യനായി പോയി. പ്രാർത്ഥിച്ചാൽ മതി, അവനെ ഇവാഞ്ചലിസ്റ്റ് ആക്കി മാക്കാൻ, സുവിശേഷത്തിന്റെ സന്ദേശവുമായി ലോകരാജ്യങ്ങളിൽ അയക്കാൻ ദൈവത്തിന് സാധിക്കും. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി എത്ര പേരുണ്ട്? എനിക്കറിയാം, പല കുടുംബങ്ങളിലും ഇപ്പൊ വളരുന്നത് പെന്തക്കോസ് മക്കളല്ല, ലോകത്തിന്റെ മക്കളാ വളരുന്നത്. എന്നാൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, നിന്റെ വീട്ടിൽ വളരുന്ന ഈജിപ്ഷ്യനെ ഇവാഞ്ചലിസ്റ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ നിന്റെ മകന് വേണ്ടി ദൈവം തമ്പുരാൻ അയക്കുമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ എത്ര പേര് രാത്രിയുണ്ട്? മോശെ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എന്നോട് ഒരുമിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരുമിച്ച് എത്ര പേർ തയ്യാറാണ്? അങ്ങനെയുള്ള ദൈവസല എഴുന്നേറ്റ് നിന്ന് കൊയർ ഒരുമിച്ച് നമ്മൾ പാടുമ്പോൾ, എന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. ഈ പാട്ട് പാടുമ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് കഷ്ടമാണെങ്കിലും വിശ്വസിച്ച് മുമ്പോട്ട് വരാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ വിടുവിക്കുന്ന കർത്താവ്, അത് രോഗമായിക്കൊള്ളട്ടെ, വേദനയായിക്കൊള്ളട്ടെ, മാനസിക പ്രശ്നമായിക്കൊള്ളട്ടെ, ശുശ്രൂഷയിൽ നിരാശകളായിക്കൊള്ളട്ടെ, ഏതായാലും നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ യേശുവിടെ വന്നിട്ടുണ്ട്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തും. യെസ്, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാൻ
സന്ദേശം കിട്ടാവ് നമ്മെ